കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ അങ്ങനെ വിട പറഞ്ഞിരിക്കുന്നു. വി.എസിന് യാത്രാമൊഴിയേകി കേരളം. റീക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വലിയ ചുടുകാട്ടിൽ സംസ്കരിച്ചു. കണ്ണേക്കരളെ വി.എസ്.എ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായിരുന്നു ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ട്. ഭൗതികദേഹം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് മാറ്റിയ ശേഷം ത്രിവർണ പതാക പുതപ്പിച്ച് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. ജനപ്രതിനിധികൾ വി.എസിന് അന്തിമോപചാരം അർപ്പിച്ചു. വലിയ ജനപ്രവാഹം തന്നെയായിരുന്നു ഈ രാത്രിയിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിയത്. ഉച്ചയ്ക്ക് 12:20 വിലാപയാത്ര ആലപ്പുഴ പറവൂരിലെ വീട്ടിലെത്തിയത്. കുടുംബാംഗങ്ങൾക്ക് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിനുള്ളിൽ 10 മിനിറ്റ് പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. പിന്നീട് പൊതുദർശനത്തിനായി മുറ്റത്ത് തയ്യാറാക്കിയ പന്തലിലേക്ക് ഭൗതിക ശരീരം മാറ്റി. വേലിക്കകത്ത് വീട്ടിൽ ആയിരങ്ങളായിരുന്നു അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തെ തുടർന്ന് റീക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം നടന്നു. സംസ്കാരം രാത്രിയോടെ വലിയ ചുടുകാട്ടിൽ നടന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലെത്താൻ എടുത്തത് 22 മണിക്കൂറായിരുന്നു. മഴയെ വകവയ്ക്കാതെ വഴിനീളെ ആയിരങ്ങൾ വി.എസിന്റെ ചിത്രങ്ങളുമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനം ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തി. കാസർഗോഡ് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ നിന്ന് പ്രവർത്തകർ രാത്രി തന്നെ ആലപ്പുഴയിലെത്തി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയിരുന്നു. ഇല്ല ഇല്ല മരിക്കുന്നില്ല മുദ്രാവാക്യങ്ങൾ തുടർച്ചയായി മുഴങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:20 വി.എസിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വി.എസിന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ വി.എസിന്റെ ചികിത്സ തുടരുന്നതിനിടയിലായിരുന്നു മരണം സംഭവിച്ചത്. മരിക്കുമ്പോൾ 101 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച വി.എസ്. അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്ന് CPIM രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന അവസാന നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത്. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് വി.എസിന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ജനപ്രവാഹമായിരുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി. കഴിഞ്ഞ ദിവസം തുടങ്ങിയ വിലാപയാത്ര ഇന്ന് ആലപ്പുഴയിലെത്തിയപ്പോഴും ഒരു നോക്ക് കണ്ടാൽ മതിയെന്ന ആഗ്രഹത്തിൽ കൊച്ചുകുട്ടികളടക്കം അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. അതിനുശേഷമാണ് അവസാനം റീക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം എത്തിച്ചത്. അപ്പോഴും അണമുറിയാത്ത ജനപ്രവാഹവും മുദ്രാവാക്യങ്ങളും. ഒടുവിൽ രാത്രിയോടെ വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നു.